കോമഡിയൊക്കെ പക്കയാണ്, കോമഡി എല്ലാം കിട്ടില്ല. ഒരു കമ്പാക്ക് ആഗ്രഹിച്ചിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇപ്പോൾ കിട്ടിയൊരു ഫീലുണ്ട്. ക്രിസ്മസിന് എന്തായാലും ഫാമിലി കയറും, ഇതടിക്കും ഉറപ്പാണ്. ഫസ്റ്റ് ഹാഫും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഇമോഷണൽ ഫീലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നെങ്കിലും സെക്കൻഡ് ഹാഫത്തേക്കും ഓവറായിട്ട് ഇതൊക്കെ കാണിച്ചിട്ട് ഒന്നും ഇല്ലാത്തല്ല ഒരു അവിയൽ വരുമോ ആ ഒരു ടൈപ്പ് അത്രേ ഉള്ളൂ. കോമഡിയൊക്കെ പക്കയാണ്, കോമഡി എല്ലാം കിട്ടില്ല. കോമഡിക്ക് വേണ്ടി മാത്രം വേണമെങ്കിൽ കാണാം. സെക്കൻഡ് ഹാഫൊക്കെ വന്നപ്പോൾ കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊരു സംതൃപ്തി നൽകുന്നില്ല, അത്രേ ഉള്ളൂ. നല്ല കോമഡിയൊക്കെ നല്ല രീതിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ നമുക്ക് അടിച്ചു പൊളിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു പടം. കൊള്ളാം, സർവ്വമയമാണ്, കംബാക്കാണ്. കാരണം പുള്ളിയുടെ പഴയ പടം വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ പടം കംബാക്കാണ്. സാറ്റിസ്ഫൈഡ് ആണ് പടം. ഫാമിലിയാണ്, ക്രിസ്മസിന് എന്തായാലും ഫാമിലി കയറും, ഇതടിക്കും ഉറപ്പാണ്. കാരണം നമുക്ക് സെക്കൻഡ് ഹാഫ് ഇമോഷനും ഉണ്ട്, ഫസ്റ്റ് ഹാഫ് ഒരു കോമഡി എൻ്റർടൈനറാണ്. അതുകൊണ്ട് ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട പടം നിവിൻ്റെ ഒരു കൺബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. സിറ്റുവേഷൻ കോമഡിയും അതൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ അജുവിൻ്റെയും നിവിൻ്റെ പോകുമ്പോൾ കൊള്ളായിരുന്നു. കുറേ പ്രാവശ്യം നിവിൻ്റെ ഒരു പടം തിയേറ്ററിൽ കണ്ടപ്പം ഒരു ഹാപ്പിനെസ് തോന്നിയിട്ടുണ്ട്. പഴയ നെവിനെ കാണാൻ പറ്റി. പഴയ ശ്യാമൊക്കെ ഉണ്ട്. വർക്കൗട്ട് എനിക്ക് വർക്കായി. പേഴ്സണലി നല്ല പടമാണ്. റൈറ്റിംഗ് ആയാലും എല്ലാം നല്ല പടം. നെയ്മ്പോളിയുടെ പടം നൈസായിരുന്നു. അജു വർഗീസ് സാറിൻ്റെയും കോമ്പിനേഷൻ നല്ല പൊളിയായിരുന്നു. വടക്കൻ സെൽഫിലെല്ലാം കാണുന്ന പോലെ നല്ല കോമ്പിനേഷൻ ആയിരുന്നു കൊണ്ടുവരും. പിന്നെ ഫീൽ ഗുഡാണ്. സെക്കൻഡ് ഹാഫ് ഇമോഷണലാണ്. കുറച്ച് ആ ഇമോഷണലും കോമഡി പാർട്ടെല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. നമുക്ക് പഴയ നിവിൻപോളിയൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അജു വർഗീസ് നിവിൻപോളി കോംബോ കൊള്ളാം. ജനാർദ്ദനൻ നിവിൻപോളി കോംബോ കൊള്ളാം. പിന്നെ പടം നല്ല രീതിക്ക് ഓടും തോന്നുന്നുണ്ട്. ഇമോഷണലിയും ഫണ്ണും ആയിട്ടെല്ലാം നല്ല കണക്ട് ചെയ്യും. പിന്നെ നമുക്ക് ഫാമിലി ഓഡിയൻസിനും യൂത്തിനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിക്കായിരുന്നു പടം പോകുന്നത്. പടം കൊള്ളാം. നിവിൻ പോളിയുടെ ഒരു കംബാക്ക് എന്ന് തന്നെ പറയാം. നല്ലൊരു ഫസ്റ്റ് ഹാഫൊക്കെ നല്ല രീതിയിൽ കോമഡിയൊക്കെ വർക്കായിട്ടുണ്ട്. ജസ്റ്റ് ഇതൊരു വലിയ മാസ് മസാല പടമല്ല, ജസ്റ്റ് നല്ലൊരു ഫീൽ ഗുഡ് എൻ്റർടൈനറാണ്. അജുവായിട്ടുള്ള കോംബോ വർക്കായിട്ടുണ്ട്, നല്ല രീതിക്ക് വർക്കായിട്ടുണ്ട്. പഴയതുപോലെ അടിച്ചുപൊളിയല്ല, എന്നാലും ഹ്യൂമറൊക്കെ ഒരുപാട് സ്ഥലത്ത് നല്ല രീതിക്ക് വർക്കായിട്ടുണ്ട്. അജുവായിട്ടല്ല ഒരു ഹ്യൂമർ ഉള്ളത്, വേറെ ഒരു ഇതായിട്ടാണ് പടത്തിൻ്റെ ഒരു ഇതായിട്ട്. പക്ഷെ അത് നല്ല രീതിക്ക് വർക്ക്. നമുക്ക് കംബാക്ക് എന്ന് പറയാം. മീൻസ് കുറേ നാളിന് ശേഷം നമുക്ക് നിവിൻ പോളിയുടെ കംബാക്ക് നമ്മൾ ആശിച്ചിരുന്നിട്ട് നല്ലൊരു നിവിൻ പോളിയിൽ നല്ല ഒരു കംബാക്ക് ആഗ്രഹിച്ചിരിക്കുന്ന പ്രേക്ഷകർക്ക് നിവിൻ പോളി കിട്ടിയൊരു ഫീലുണ്ട്. പിന്നെ അജു വർഗീസ് കോംബോ, നിവിൻ പോളി കോംബോ, പിന്നെ ജനാർദ്ദൻ കോംബോ എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹൊററിനെ നല്ല കോമഡി രീതിക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് സെക്കൻഡ് എത്തുമ്പോൾ സെൻറ്റിമെൻ്റൽ ഫീലിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ആരും എഴിച്ചു പോകുന്ന മടുപ്പൊന്നും തോന്നുന്നില്ല. പടം കണ്ടു കഴിയുമ്പോൾ നമുക്ക് എന്തായാലും ഹാപ്പി ആയിരിക്കും, ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരിക്കും. പടം നല്ല രീതിക്ക് ഓടാൻ ചാൻസ് ഉണ്ട്.